أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون. السلام عليكم ورحمة الله وبركاته. സൂറത്തുൽ ബഖറയിലെ 103-ാമത്തെ വചനമാണ് നാം ഓതിക്കേട്ടത്. അർത്ഥം ഇപ്രകാരമാകുന്നു: സുലൈമാൻ്റെ ഭരണകൂടത്തിനെതിരെ പിശാചുക്കൾക്ക് അഥവാ രാജ്യദ്രോഹികൾ അനുവർത്തിച്ചിരുന്ന നയം ഇവർ ഈ യഹൂദർ പിന്തുടർന്നിരിക്കുകയാണ്. സുലൈമാൻ അവിശ്വസിച്ചിട്ടില്ല, എന്നാൽ പിശാചുക്കളാണ് അവിശ്വസിച്ചിരിക്കുന്നത്. അവർ ജനങ്ങൾക്ക് വഞ്ചനാകൃത്യം പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഈ യഹൂദരുടെ വാദപ്രകാരം ബാബിലോണിയയിലെ 2 മലക്കുകളായ ഹാറൂത്ത് മാറൂത്ത് എന്നിവർക്ക് ഇറക്കപ്പെട്ടതിനെയും അവർ പിൻപറ്റുന്നു. പക്ഷേ നിശ്ചയമായും ഞങ്ങളൊരു പരീക്ഷണം മാത്രമാണ്, അതിനാൽ ഞങ്ങളുടെ നിർദ്ദേശങ്ങളെ നിരാകരിക്കരുത് എന്ന് പറഞ്ഞിട്ടല്ലാതെ അവർ 2 പേരും ആർക്കും ഒന്നും തന്നെ പഠിപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇവർ ഈ യഹൂദർ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിദ്യ അവർ 2 പേരിൽ നിന്നും അവരുടെ ചരിത്ര സംഭവത്തിൽ നിന്നും പഠിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ ഹാറൂത്തും മാറൂത്തും അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ അതുമൂലം ആർക്കും ഒരു ഉപദ്രവവും ഏൽപ്പിക്കാറുണ്ടായിരുന്നില്ല. ഇതിനെതിരായി തങ്ങൾക്ക് തന്നെ ഉപദ്രവകരമായതും ഉപകരിക്കാത്തതുമായ കാര്യങ്ങളാണ് ഇവർ ഈ യഹൂദികൾ പഠിപ്പിക്കുന്നത്. ഇത് ഈ മാർഗം കൈക്കൊണ്ടിട്ടുള്ളവർക്ക് പരലോകത്ത് യാതൊരു അംശവുമില്ലെന്ന് അവർ നല്ലവണ്ണം അറിഞ്ഞിട്ടുണ്ട്. എന്തിനു പകരം അവർ സ്വന്തം ആത്മാക്കളെ വിറ്റിരിക്കുന്നുവോ അതെത്ര നികൃഷ്ടം! അവർ ഇത് ഗ്രഹിച്ചിരുന്നുവെങ്കിൽ. ഈ ആയത്തിൻ്റെ തഫ്സീറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദർസ് അവസാനിപ്പിച്ചിരുന്നത് ഫ്രീമേസൺ സൊസൈറ്റിക്ക് ജൂതന്മാരുമായിട്ടുള്ള ആ ബന്ധത്തെക്കുറിച്ചുള്ള ചില റിവായത്തുകൾ പറഞ്ഞുകൊണ്ടായിരുന്നു. തുടർന്നും മുസ്ലിം ഹെമോദ് റളിയല്ലാഹു തആല അൻഹു ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് വിവരിക്കുന്നു. ഫ്രീമേസൺസ്കാരുടെ ഗ്രന്ഥത്തിൽ ഈയൊരു റിവായത്തും വരുന്നുണ്ട്. അതായത് അവർക്ക് ഹസ്രത്ത് സുലൈമാൻ അലൈഹിസ്സലാമുമായി മത്സരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഇവരുടെ തന്നെ ഒരു പുസ്തകമായ ദുനിയാ കി ഖുഫിയ അഞ്ജുമൻ വാല്യം 1 പേജ് നമ്പർ 1 മുതൽ 10 വരെയുള്ള ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഹസ്രത്ത് സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ഹുറാം എന്നു പേരുള്ള എൻജിനീയറെ ബൽക്കീസ് സ്നേഹിക്കുകയും അങ്ങനെ അയാൾക്ക് തിരിച്ച് ബൽക്കീസിനോടും സ്നേഹം തോന്നുകയുണ്ടായി. ഇതിൽ ഹസ്രത്ത് സുലൈമാൻ അലൈഹിസ്സലാമിന് അസൂയ തോന്നുകയും അങ്ങനെ ഹുറാമിനോട് അസൂയ പ്രകടിപ്പിച്ചിരുന്ന അയാളുടെ തന്നെ 3 കീഴുദ്യോഗസ്ഥന്മാരെ തൻ്റെ കൂടെ ചേർത്തുകൊണ്ട് ഹുറാമിനെ വകവരുത്തുകയുണ്ടായി. അങ്ങനെ സുലൈമാൻ അലൈഹിസ്സലാം നിർബന്ധപൂർവം ബൽക്കീസുമായി നിക്കാഹ് ചെയ്യുകയുണ്ടായി. ആ ഒരു കാലഘട്ടം മുതൽ ഫ്രീമേസൺസ് നിലനിന്നു വരുന്നു. വാസ്തുവിദ്യയുടെ അടയാളങ്ങൾ അവരിൽ കണ്ടുവരുന്നു. നേരെ മറിച്ച് ഫ്രീമേസൺസ്
അഥവാ അക്സെപ്റ്റഡ് മേസൺസ് എന്നതിൻ്റെ അർത്ഥം സ്വതന്ത്രനായ വാസ്തുവിദ്യകൻ എന്നാണ്. ഈ റിവായത്തുകളിൽ നിന്നും മനസ്സിലാകുന്നത് ഫ്രീമേസൺസ് സൊസൈറ്റിയുമായി ഹസ്രത്ത് സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് വളരെ അഭേദ്യമായ ബന്ധമാണുള്ളത്. അതായത് സുലൈമാൻ അലൈഹി ഇസ്ലാമും അതുപോലെ തന്നെ ഫ്രീമേസണും ഇടയിൽ ശത്രുതയുണ്ട് എന്ന് ആളുകൾ പോലും മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. ഇതുകൂടാതെ മറ്റൊരു റിവായത്തുണ്ട്. അതിൽ നിന്നും മനസ്സിലാകുന്നത് ഹസ്രത്ത് സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് അദ്ദേഹത്തിനെതിരിൽ പ്രവർത്തിച്ചിരുന്ന ഒരു രഹസ്യ സൊസൈറ്റി ഉണ്ടായിരുന്നു. ഇതൊരു പഴയ റിവായത്താണ്, എങ്കിലും പഴയകാല ഫ്രീമേസണുകളിൽ ഇത് പ്രസിദ്ധവുമാണ്. ഇതിൽ പറയുന്നുണ്ട്, ബൽക്കീസിനു മുമ്പ് തന്നെ, അതായത് ബൽക്കീസുമായിട്ടുള്ള പ്രണയത്തിന് മുമ്പ് തന്നെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ഹുറാമിനോട് ശത്രുതയുണ്ടായിരുന്നു. കാരണം അയാൾ വളരെ ബുദ്ധിമാനായിരുന്നു. അതായത് ഹുറാം എന്ന വ്യക്തി വളരെ അതിബുദ്ധിമാനായ വ്യക്തിയായിരുന്നു, വളരെ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളോട് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അസൂയുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഹസ്രത്ത് സുലൈമാൻ അലൈഹി ഇസ്ലാം ഇയാളെ രഹസ്യപൂർവം വധിക്കുന്നതിന് വേണ്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് തള്ളിയിടുകയുണ്ടായി. എന്നാൽ ഇയാളുടെ വെല്ലുപ്പയുടെ ആത്മാവ് വന്ന് അവരെ രക്ഷിക്കുകയും നിന്റെ ശത്രു അവസാനം പരാജിതനാകും എന്ന് അറിയിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളോട് അസൂയ ഉള്ള 1-2 ആളുകൾക്ക് പാരിതോഷികം നൽകിക്കൊണ്ട് 3 എഞ്ചിനീയർമാരെ കൊലപ്പെടുത്തുകയുണ്ടായി. അതായത് ഇവരുടെ റിവായത്തിൽ വന്നിട്ടുള്ളത് സുലൈമാൻ അലൈഹി ഇസ്ലാം 3 എഞ്ചിനീയർമാരെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. പാരിതോഷികം നൽകിക്കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് കൊലപ്പെടുത്തി. ഇയാളും ഇതിൽ ഉൾപ്പെടുന്നു. അതായത് ഈ ഹുറാം എന്ന വ്യക്തിയും ഇതിൽ ഉൾപ്പെടുന്നു, മരിച്ചവരിൽ ഉൾപ്പെടുന്നു എന്നും പറയപ്പെടുന്നു. ഇതിനെക്കുറിച്ച് മറ്റൊരു റിപ്പോർട്ടും പ്രചാരത്തിലുണ്ട്. ഹുറാം ചില രഹസ്യ ചിഹ്നങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ നിശ്ചയിച്ചിരുന്നു. ഇയാൾ തന്നെ സ്വയം ഉണ്ടാക്കിയ അടയാളങ്ങൾ തന്നെയായിരുന്നു ഇവ. ഇയാളുടെയും ഇയാളുടെ കൂട്ടാളികളുടെയും ഇടയിൽ രഹസ്യമായി ഈ ചിഹ്നം സൂക്ഷിച്ചിരുന്നു. അതുവഴി അവർ ഉടനടി ഒന്നിച്ചുകൂടുമായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെ സീക്രട്ട് സൊസൈറ്റീസ് ഓഫ് ദ വേൾഡ് എന്ന പുസ്തകത്തിൻ്റെ 2ാം ഭാഗത്തിലെ 1 മുതൽ 10 വരെയുള്ള ചില കാര്യങ്ങളാണ്. ഈ പുസ്തകത്തിൽ നിന്നും ഇതും മനസ്സിലാകുന്നു. അതായത് അക്സെപ്റ്റഡ് മേസൺസ് അവരുടെ ആ രീതി മുമ്പുള്ള എല്ലാ ഫ്രീമേസൺ സൊസൈറ്റികളിലും ഹുറാമിൻ്റെ കാലത്തുണ്ടായിരുന്ന അതേ ചിഹ്നങ്ങൾ തന്നെയാണ് പ്രചാരത്തിലുണ്ടായിരുന്നത്. പുതുതായി അംഗങ്ങളാകുന്നവർക്ക് ചില രഹസ്യ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഹുറാമിൻ്റെ സംഭവവും അവരോട് വിവരിച്ചു കൊടുക്കുമായിരുന്നു. ഒരാളെ ഫ്രീമേസണാക്കുമ്പോൾ ഹുറാമിൻ്റെ കഥ ഭാഗികമായി വാമൊഴിയായി പറയുകയും ഭാഗികമായി നാട്യരൂപത്തിൽ അഭിനയിച്ചു കാണിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ ഇങ്ങനെ പരാമർശമുണ്ട്. അതായത് ഹുറാമിൻ്റെ പേര് ഫ്രീമേസൺ ചിഹ്നങ്ങളിൽ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ആ ചിഹ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ആളുകൾ ശ്രമിച്ചു. പക്ഷേ ആ ചിഹ്നങ്ങൾ ആളുടെ, അതായത് ആ ഹുറാമയുടെ കഴുത്തിൽ അതൊരു മാലയായി കെട്ടിയിട്ടുണ്ടായിരുന്നു. ഹസ്രത്ത് സുലൈമാൻ അലൈഹി ഇസ്ലാം ഇയാളെ വധിച്ചപ്പോൾ അവയെല്ലാം അഴിച്ചുമാറ്റി വലിച്ചെറിഞ്ഞു എന്ന് പറയപ്പെടുന്നു. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഹസ്രത്ത് സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ചില രഹസ്യ സംഘടനകൾ നിലനിന്നിരുന്നു എന്നും അവർ സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരുന്നു എന്നും സുലൈമാൻ അലൈഹി ഇസ്ലാമിനെതിരിൽ രഹസ്യ ഗൂഢാലോചനകൾ നടത്തുമായിരുന്നു. അതുപോലെ തന്നെ പറയപ്പെടുന്നത് ഹസ്രത്ത് സുലൈമാൻ അലൈഹി ഇസ്ലാം അവരുടെ ലീഡറെ വധിച്ചു എന്നുമാണ്. ഇയാളുടെ ചില അനുയായികൾ ഇയാളെ എത്രമാത്രം പരിശുദ്ധനായി കരുതുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇയാൾ മരിച്ചിട്ടില്ല, മറിച്ച് ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു എന്ന് വരെ വാദിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവർ യഹൂദർ തന്നെയായിരുന്നു. ഇവരിൽ, അതായത് ഫ്രീമേസൺസുകാരിൽ, ഈ ഫ്രീമേസൺസ് എന്ന സൊസൈറ്റിക്കാരിൽ ജൂതന്മാരുടെ ചിഹ്നങ്ങളും ആചാരങ്ങളും കാണപ്പെട്ടിരുന്നു.
അതുപോലെ അവർ തങ്ങളെ ഹുറാമിലേക്ക് ചേർത്ത് പറയുകയും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു എന്ന് പറയുന്നതും വ്യക്തമാക്കുന്നത് തീർച്ചയായും ഹസ്രത്ത് സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ഒരു രഹസ്യ സൊസൈറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ ലക്ഷ്യം ഹസ്രത്ത് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് നഷ്ടം വരുത്തുക എന്നതുമായിരുന്നു. ഇതിനുശേഷം ഇനി നമ്മൾ ബൈബിളിലേക്ക് തിരിഞ്ഞാലും അതിൽ നിന്നും മനസ്സിലാകുന്നത് ചില സൊസൈറ്റികൾ ഹസ്രത്ത് സുലൈമാൻ അലൈഹി ഇസ്ലാമിനെതിരിൽ ഉണ്ടായിരുന്നു. അതിൽ ഹുറാമിൻ്റെ പേര് വരുന്നില്ല എങ്കിലും ജൂതന്മാർക്ക് ഹസ്രത്ത് സുലൈമാൻ അലൈഹി ഇസ്ലാമിനോട് ശത്രുത ഉണ്ടായിരുന്നു എന്ന് ബൈബിളിൽ നിന്നും തീർച്ചയായും മനസ്സിലാകുന്നു. അവർ സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ കാഫിർ എന്ന് വിളിക്കുകയും വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിൽ പറയപ്പെടുന്ന അതേ ആരോപണം അവിടുത്തെ നേരെ ചുമത്തുകയും ചെയ്തിരുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നതാണ്. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.